മണ്ണിലെ മനുഷ്യന് പ്രത്യാശയുടെ സന്ദേശവുമായി വീണ്ടും ഒരു ഈസ്റ്റർ പുലരി കൂടി. ഈസ്റ്റർ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഓർമ്മിപ്പിക്കുന്നു. അത് ഒരു പൊതു യുഗപ്പിറവിയാണ്. ആ പൊതു യുഗപ്പിറവി ക്രിസ്തുവിനെ സംബന്ധിച്ച് മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ആ പൊതു യുഗപ്പിറവി. എന്താണ് ഈസ്റ്ററിന്റെ സന്ദേശം? യേശു തമ്പുരാൻ ഓരോ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുമ്പോഴും ശിഷ്യന്മാർക്ക് നൽകുന്ന അഭിവാദനം നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. ഈസ്റ്ററിന്റെ സന്ദേശം സമാധാനം എന്ന് പറയുന്ന ആ വാക്കിൽ ഉൾച്ചേർന്നിരിക്കുന്നു. സമാധാനം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഈ വാക്ക് ഷാലോം എന്ന് പറയുന്ന പദമാണ്. ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി സമാധാനം എന്ന വാക്കിൽ ഉൾച്ചേർന്നിട്ടില്ല. കലഹമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണമായി നമ്മൾ സമാധാനം എന്ന് പറയുക. എന്നാൽ ഷാലോം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം നൽകുന്ന നന്മ, ദൈവം നൽകുന്ന സമൃദ്ധി, ദൈവം നൽകുന്ന സന്തോഷം, ഇങ്ങനെ എല്ലാം ഉൾപ്പെട്ട ഒരനുഭവത്തെയാണ് ഷാലോം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. യഹൂദന്മാർ പരസ്പരം കാണുമ്പോൾ അവർ നൽകുന്ന അഭിവാദന വചനമാകുന്നു ഇത്. ദൈവം തമ്പുരാന്റെ സമാധാനം നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കട്ടെ എന്ന്. ഓരോ പുലരിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവിക സമാധാനം നമ്മുടെ മേൽ വന്ന് വസിക്കട്ടെ എന്നുള്ളതാണ്. ഈസ്റ്റർ നമുക്ക് നൽകുന്നത് ആ സന്ദേശമാണ്. ഈസ്റ്റർ ദിനത്തിൽ നമുക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും വക്താക്കളായി ജീവിക്കാം, പ്രവർത്തിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകളും പ്രാർത്ഥനകളും. ഇരുപകുളം സെന്റ് തോമസ് മാർ തോമയുടെ വകയായി ഈ നോമ്പുകാലത്ത് കളക്ട് ചെയ്തതായിരിക്കുന്ന ഒരു തുക നമ്മുടെ കറ്റാനം സെന്റ് തോമസ് മാർ തോമ മിഷൻ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻസിന്റെ ചികിത്സയ്ക്കായിട്ട് നൽകുന്നു.